ഇതിലെ ഒരു പ്രാവശ്യം മഴയത്ത് പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഹെഡ്ലൈറ്റിൻ്റെ ദുരവസ്ഥയെപ്പറ്റി മനസ്സിലായത് കേട്ടോ. ആക്കിയിട്ട് ഒന്നുകൂടി പ്രസ് ചെയ്താൽ ഒന്നുകൂടി നോക്കാം. പ്രസ് ചെയ്തത് ശരിയായില്ല. അപ്പോൾ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വൈഷ്ണു ഹെഡ്ലൈറ്റിൻ്റെ പെർഫോമൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ഹെഡ്ലൈറ്റ് പിടിപ്പിച്ചിട്ട് നൈറ്റ് യാത്ര അങ്ങനെ അധികം നടത്തിയിട്ടില്ല. ഇന്നിപ്പോൾ ഈ പോകുന്ന റൂട്ടിൽ വെട്ടവും വെളിച്ചമൊന്നും ഇല്ലാത്ത റൂട്ടാണ്. ഇതിലെ ഒരു പ്രാവശ്യം മഴയത്ത് പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഹെഡ്ലൈറ്റിൻ്റെ ദുരവസ്ഥയെപ്പറ്റി മനസ്സിലായത് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇപ്പോൾ നമ്മളുടെ വണ്ടിയുടെ DRL മാത്രം ഉണ്ടോ. ഓപ്പോസിറ്റ് വന്ന വണ്ടികളൊക്കെ വന്നു കഴിയുമ്പോൾ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ഹെഡ്ലൈറ്റ് ഒന്ന് ഓണാക്കാം. ഇതാണ് വൈഷ്ണുവിൻ്റെ ഹെഡ്ലൈറ്റ്. ഇത് ഫസ്റ്റ് മോഡാണ് കേട്ടോ. ഐ തിങ്ക് ഇത് വൈറ്റ് ലൈറ്റ് ആണെന്ന് തോന്നുന്നു. ഇത് ഓഫാക്കിയിട്ട് ഒന്നുകൂടി പ്രസ് ചെയ്താൽ ഒന്നുകൂടി നോക്കാം. പ്രസ് ചെയ്തത് ശരിയായില്ല. സോ ഇത് സെക്കൻഡ് വരുന്ന വാം ലൈറ്റ്. ഇത് അതിൻ്റെ ഹൈ ബീമാണ്. ഇപ്പോൾ ഇതാണ് ഹൈ ബീം, കണ്ടോ? ഇതാണ് ഹൈ ബീം. യെല്ലോ ലൈറ്റിൻ്റെ ഹൈ ബീമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇതാണ് യെല്ലോ ലൈറ്റ്. അത് പ്രസ് ചെയ്ത് ഓഫ് ചെയ്തിട്ട് നമുക്ക് വൈറ്റ് ലൈറ്റ് ഒന്ന് അടിക്കാം. ഇതാണ് മിക്സഡ് ലൈറ്റ് എന്നാണ് എൻ്റെ ഒരു ഊഹം. യെല്ലോ റിങ് ഉണ്ട്, അപ്പോൾ ഇതായിരിക്കും മിക്സഡ് ലൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ഹൈ ബീം എന്ന് വെച്ചാൽ ഈ അടിക്കുന്നതാണ് ഹൈ ബീം. പിന്നെ ഈ ലൈറ്റിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിൻ്റെ ബീം അങ്ങനെ അധികം ഹൈറ്റിൽ പ്രൊജക്റ്റ് ആവുന്നില്ല. സോ എൻ്റെ ഫ്രണ്ടിൽ പോകുന്ന ആ ബൈക്കുകാരൻ്റെ ബാക്കിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പുള്ളിയുടെ ഷോൾഡർ ഹൈറ്റ് വരെ എത്തിയിട്ടില്ല. പുള്ളിയുടെ മിററിലോട്ട് എൻ്റെ ലൈറ്റ് അടിച്ച് തുടങ്ങിയിട്ടില്ല, കണ്ട. അപ്പോൾ നമ്മളൊരു നോയ്സൻസായി മാറുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓപ്പോസിറ്റ് വന്ന വണ്ടികൾ അടുത്തെത്തിക്കഴിയുമ്പോൾ അവരുടെ കണ്ണിലോട്ട് അടിക്കും. എന്നാലും സാധാരണ പ്രൊജക്ടർ ലൈറ്റ് പോലെയൊന്നും സ്പ്രെഡായിട്ട് അല്ല ബീം പോകുന്നത്. സോ അതൊരു നല്ല കാര്യമാണ്. നമുക്ക് അത്യാവശ്യം റോഡും വിസിബിളാണ്. വീഡിയോയിൽ നിങ്ങൾക്ക് എന്തോരം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല. ലൈറ്റ് ഇല്ലെങ്കിലുള്ള അവസ്ഥ ഇതാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് അടിപൊളി തന്നെയാണെന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ.
ഓപ്പോസിറ്റ് ഹൈ ബീം ഇട്ട് വരുന്നവരൊക്കെ നമ്മളുടെ പാസ് ലൈറ്റ് കാണുമ്പോൾ തന്നെ ഓഫാക്കുന്നുണ്ട് കേട്ടോ. ലൈനസ് ഉപയോഗിക്കുന്നവരുടെയൊക്കെ പാസ് ലൈറ്റിൻ്റെ പവർ ഏകദേശം ഓരോരുത്തർക്കും അറിയാവുന്നതായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി വരും ദിവസങ്ങളിലും വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത്രക്ക് അടിപൊളിയൊന്നും അല്ലെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്തിടാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വണ്ടീനെ പറ്റി എന്തെങ്കിലും അറിയാനോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ബീം ലോ ബീമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫ്രണ്ടിൽ പോകുന്ന ആ കാറിൻ്റെ ചില്ലുമേലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ആ കാറിൻ്റെ മിററിലോട്ടൊന്നും അടിച്ച് തുടങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ ഹൈ ബീം ഇപ്പോൾ അടിക്കാം. ഹൈ ബീം അടിക്കുമ്പോൾ മാത്രമേ ആ കാറുകാരൻ പോലും അറിയുള്ളൂ. ഉണ്ടായി നമ്മൾ ഇത്ര അപ്രോച്ച് ചെയ്താൽ പോലും കാറിൻ്റെ ഒന്നും മിററിലൊന്നും അടിക്കുന്നില്ല. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിലാണ് ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അത് ഞാൻ സെറ്റ് ചെയ്തതല്ല, ഓൾറെഡി ഫാക്ടറി സെറ്റിങ്സ് അങ്ങനെയാണ് വരുന്നത് ഈ ലൈറ്റിൻ്റെ. കണ്ട ആ ബീം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമ്പർ പ്ലേറ്റ് വരെയും കറക്റ്റ് അലൈൻ ചെയ്താണ്. അത് നമ്മൾ ഇത്രയും ക്ലോസ് പ്രോക്സിമിറ്റിയിൽ ചെന്നിട്ടും അത്രയും അടിക്കുന്നുള്ളൂ കേട്ടോ. ഇത്തിരി ബാക്കിലോട്ട് പോയാൽ തന്നെ കണ്ട, ഞാൻ ഹൈ ബീം അടിച്ചാൽ മാത്രമേ ആ കാറുകാരന് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. ലോ ബീമിൽ നമുക്ക് റോഡ് കാണാനും പറ്റുന്നുണ്ട്, വേറെ ഉള്ളവർക്ക് അത്രയും ബുദ്ധിമുട്ടും ഇല്ല. ആ ഒരു ഫോർമാറ്റിലാണ് ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ലൈറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ഈ വണ്ടീനെ എനിക്ക് ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് പാസ് ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് മനസ്സിലാവും പുറകിൽ നിന്ന് അല്ലെങ്കിൽ സൈഡിൽ നിന്നൊരു വണ്ടി വരണ്ടെന്നുള്ളത്. മറ്റേ സ്റ്റോപ്പ് ലൈറ്റിൻ്റെ കാര്യം അങ്ങനെ അല്ലായിരുന്നു. ഈ കാണുന്നതാണ് DRL. നമുക്ക് ലൈറ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഇതാണ് ഫസ്റ്റ് ലൈറ്റ്. ഇത് പ്രസ് ചെയ്ത് ഓഫാക്കി കഴിഞ്ഞാൽ ഇനി ഓണാക്കുമ്പോൾ അടുത്ത ലൈറ്റ് ആയിരിക്കും വരുന്നത്. ഇതാണ് സെക്കൻഡ് ലൈറ്റ്. ഇതും പ്രസ് ചെയ്ത് ഓഫാക്കിയിട്ട് ഓണാക്കുവാണെങ്കിൽ അടുത്ത ലൈറ്റ് വരും കേട്ടോ. വണ്ടി ഒന്ന് പാസ് ചെയ്ത് പോയിക്കോട്ടെ. ഇത് യെല്ലോ ലൈറ്റ് കേട്ടോ. ഇത് അതിൻ്റെ ഹൈ ബീം. ഓക്കെ,
ഒരു C4 കിടക്കണ കണ്ട BMW. ഞാനൊരു കാർ ഗായ് അല്ലെങ്കിലും ഈ വണ്ടി എനിക്ക് എവിടെ കണ്ടാലും പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. BMW C4 നൈസ് കാർ.